കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ സ്ലാബ് വീണ് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ. മരിച്ച തൊഴിലാളികളുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 1 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. കെട്ടിടങ്ങളുടെ ബലക്ഷയം പരിശോധിക്കാൻ കോർപ്പറേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു. അപകടത്തിനിടയാക്കിയ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ കാലപ്പഴക്കം മൂലം പൊളിച്ചു പണിയാൻ തീരുമാനിച്ച കെട്ടിടമാണ് ഇതെന്നും മേയർ ഒ സദാശിവൻ പറഞ്ഞു. അപകടം നടന്ന കെട്ടിടം ഒഴിയാൻ കടയുടമകൾക്ക് നിർദ്ദേശവും നൽകി. അതിലൊക്കെ കുറെ കൂടി കൃത്യമായി ഈ വക കാര്യങ്ങളിൽ ഇതുവരെ സ്വീകരിച്ചു വന്ന നടപടികളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളോട് ഇനി അങ്ങോട്ട് എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കോർപ്പറേഷൻ കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് സർക്കാരിൻ്റെ കൂടി സഹായത്തോടുകൂടെ ഒരു അന്വേഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. സർക്കാരിൽ നിന്ന് ആ കുടുംബത്തിന് ആവശ്യമായ സഹായം, സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കൗൺസിൽ താൽപ്പര്യപ്പെടുന്നു. എന്തായിരുന്നാലും ആ കുടുംബത്തെ പരിരക്ഷിക്കുന്നതിന് ആവശ്യമായതെല്ലാം സാധ്യമായതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും നടപടികൾ ഉണ്ടാവും. അടിയന്തരമായി കൊണ്ട് മേയർ ഫണ്ടിൽ നിന്ന് മരണപ്പെട്ട കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എന്നുള്ളതിലേക്ക് 1 ലക്ഷം രൂപ നൽകുന്നതിനും പരിക്ക് പറ്റിയുള്ള ഒരാൾക്ക് 50,000 രൂപ അടിയന്തര സഹായം എന്നതിലേക്ക് കൊടുക്കണം എന്നും മേയർ ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്ന് 1 ലക്ഷം രൂപ. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെട്ടു. അപകടത്തിന് പിന്നിൽ പാളയം മാർക്കറ്റ് ഒഴിപ്പിക്കാനുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്നതായും UDF ആരോപിച്ചു. ഇതൊരു കച്ചവട താല്പര്യം മാത്രമാണ് അവർക്കുള്ളത്. എല്ലാ നിയമങ്ങളും ലംഘിച്ച് CRZ നിയമങ്ങൾ ലംഘിച്ച് ഒരു കെട്ടിടം ഉണ്ടാക്കുക, നിങ്ങൾ അങ്ങോട്ട് വേണമെങ്കിൽ മാറിക്കോളൂ, അല്ലെങ്കിൽ നിർബന്ധവും മാറണം, ലൈസൻസ് പുതുക്കി തരില്ല എന്ന് മുൻധാരണയിൽ അവിടെ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അതിനെതിരെ കണ്ണടച്ചിരിക്കാനോ ഇപ്പൊ ഈ കിട്ടിയ ചാൻസിൽ പാളയത്തെ ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പൊ നമ്മൾ സംശയിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇത് ആസൂത്രിതമായി ഉണ്ടാക്കിയിട്ടുള്ള കൊലപാതകമാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. BJP കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തി. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കോഴിക്കോട്. അനീഷ, അവിടെ അപകടം അത് അത്യന്തം ദാരുണമായിട്ടുള്ള സംഭവമാണ്, പക്ഷേ അതിലൊരു രാഷ്ട്രീയം ഉയരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളെ കോർപ്പറേഷൻ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്? കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ ഭരണപരമായ പിഴവുകളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം മേയർ ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ അടിയന്തരമായി മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകും. പരിക്കേറ്റ ആൾക്ക് 50,000 രൂപ നൽകുമെന്നും അറിയിച്ചു. ഒപ്പം 16 കെട്ടിടങ്ങളാണ് കാലപ്പഴക്കം മൂലം പൊളിക്കണമെന്ന് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിലൊരു കെട്ടിടമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണത്. പക്ഷേ ആ കെട്ടിടത്തിന് വലിയ ബലക്ഷയം ഉള്ളതായി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ഇല്ലായിരുന്നുവെന്നും മേയർ രാവിലെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പുതിയ ലൈസൻസ് ലഭിക്കുന്നതിനായി അപേക്ഷ നൽകിയപ്പോൾ അതിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ചൂണ്ടിക്കാട്ടിയത് ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട്, അതുകൊണ്ട് ലൈസൻസ് നൽകാൻ കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ ഭരണ വിഭാഗത്തിൻ്റെ ഭാഗത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള സമീപനങ്ങളാണ് പലയിടത്തുനിന്നും ഉണ്ടാവുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് വലിയ സമര കോലാഹലം തന്നെ അല്ലെങ്കിൽ സമര പരമ്പരകൾ തന്നെ കോർപ്പറേഷനിൽ നിന്ന് നടന്നു. രാവിലെ തന്നെ UDFൻ്റെ കൗൺസിലർമാരാണ് നഗരസഭാ കവാടത്തിൽ ഉപരോധവുമായി രംഗത്തെത്തുകയും അവരെ പിന്നീട് പോലീസ് അല്പസമയം മുമ്പ് അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ് ചെയ്തത്. BJP മുതലക്കുളത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഈ കോർപ്പറേഷൻ്റെ കവാടത്തിൽ എത്തുകയും അവർ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് ബാരിക്കേഡുകൾ ഭേദിച്ച് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി സമരം ചെയ്യുകയും പിന്നീട് കോർപ്പറേഷനുള്ളിലേക്ക് കടക്കുകയുമായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം ഉണ്ടാവുകയും അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇന്നത്തെ പ്രതിഷേധങ്ങൾ അവസാനിച്ചിരിക്കുന്നു. രാത്രിയിൽ കോൺഗ്രസ് കോർപ്പറേഷനിലേക്കും മേയർ ഭവനിലേക്കും നൈറ്റ് മാർച്ച് അടക്കമുള്ളവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റന്നാൾ ഒരു പ്രത്യേക കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മേയർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ന് തന്നെ അടിയന്തര കൗൺസിൽ വിളിക്കണമെന്ന ആവശ്യമാണ് ഇന്നലെ BJPയുടെയും കോൺഗ്രസിൻ്റെയും കൗൺസിലർമാർ ഉന്നയിച്ചത്. എന്തായാലും മറ്റന്നാൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള പ്രത്യേക കൗൺസിൽ ചേരുകയാണ്. ഒരു രാഷ്ട്രീയ പോരാട്ടമായി ഈ വിഷയം ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു.
തുടരുന്നു. അതുകൊണ്ട് അങ്ങേയറ്റം സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കൗൺസിൽ ചേരാൻ പോകുന്നത്. ഇതിനിടയിലാണ് മരിച്ച 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നത്. 3 പേർ, 2 പേര് അത്താണിയിലും ഒരാളെ കോഴിക്കോട് നഗരത്തിന് സമീപം തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. 4ാമത്തെ ആൾ വിനോദിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. എൽദോ. റൈറ്റ്. കോർപ്പറേഷനോട് ഇടപെടുന്നു, കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്. കണ്ണൂർ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ കടയുടെ മേൽഭാഗം ഇടിഞ്ഞു വീണു. ആർക്കും പരിക്കേറ്റിട്ടില്ല. കാലപ്പഴക്കത്താൽ ബിൽഡിംഗ് അപകടാവസ്ഥയിലായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് സംഭവം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.